ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ സുഖങ്ങൾ ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി മരിച്ച് സ്വർഗത്തിലെ ഈശോയോട് കൂടിയായിരിക്കുന്ന വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും സ്നേഹ സാന്നിധ്യവും എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൈ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ മോതിരമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സന്ദേശമാണ് എന്നത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ പ്രാർത്ഥന അനുഭവത്തിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു മോതിരത്തെ പറ്റി. കോവിഡ് കത്തി നിന്ന സമയത്ത് ആരും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, കുർബാനയൊക്കെ നിർത്തിയിലാക്കിയ സമയത്ത്, ആ സമയത്ത് എനിക്ക് ഇങ്ങനെ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. കാരണം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഈ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ഈശോയെ തൊട്ടവരും ഈശോ തൊട്ടവരും സുഖപ്പെട്ടെങ്കിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ കോവിഡ് എനിക്കൊരിക്കലും വരത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാനിങ്ങനെ കാണുകയാണ്, ജോൺ പോൾ മാർപ്പാപ്പ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കൈ നീട്ടാൻ പറഞ്ഞു. ഞാനിങ്ങനെ കൈ നീട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ വിരലിലേക്ക് ഒരു മോതിരം ഇട്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടേക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു, ഈശോയെ സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഈ വ്യക്തി ആ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു. അവിടെ കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയം തോന്നി. എന്നാലും ഞാനിങ്ങനെ ഓർത്ത് വിശുദ്ധ ഈശോയെ സ്വീകരിക്കുന്നതാണല്ലോ, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നതാണല്ലോ, പിന്നെ ജോൺ പോൾ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കോവിഡ് വരത്തില്ല എന്നിങ്ങനെ ഓർത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഈ വ്യക്തി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോവിഡ് പോസിറ്റീവായി. എന്നോട് പറഞ്ഞു, എനിക്കും കാണും, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതായാലും ഞാനും പോയി ടെസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് നെഗറ്റീവായിരുന്നു. ഇന്ന് വരെ കോവിഡിൻ്റെതായിട്ടുള്ള ഒരു അസ്വസ്ഥതകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇവരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഇവരുടെ മാധ്യസ്ഥ ശക്തിയാൽ നമുക്ക് സംരക്ഷണവും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ കിട്ടും. പ്രത്യേകിച്ചും ഈ ജോൺ പോൾ മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിച്ച ജോൺ പോൾ മാർപ്പാപ്പ വഴി ഒത്തിരി സന്ദേശങ്ങളും ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒത്തിരി സാന്നിധ്യങ്ങളൊക്കെ പലർക്കും ഇങ്ങനെ കിട്ടാറുണ്ടെന്നൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പലരോടും എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവരൊക്കെ പറയും, ജോൺ പോൾ മാർപ്പാപ്പ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഈ ആത്മീയ യുദ്ധത്തിൽ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ വേണ്ടി ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സകല വിശുദ്ധകളുടെയൊക്കെ മാധ്യസ്ഥം നമ്മളെ യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും. വിശുദ്ധന്മാരെ സ്നേഹിക്കുവാനും അവരോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനും അവരെ പറ്റി മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.